പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഈ ഡെയിലി പ്രോമിസ് വേർഡ് എന്ന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ. വിശേഷാൽ ഈ ദൈവവചന ശുശ്രൂഷകൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന് വലിയ അനുഗ്രഹങ്ങൾ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഈ ശുശ്രൂഷകൾ അനേകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. അനേകർക്ക് അതൊരു അനുഗ്രഹമായിട്ട് മാറാൻ നിങ്ങൾ ചെയ്യുന്ന ദൈവിക ശുശ്രൂഷകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിലേക്ക് ഈ ദൈവിക സന്ദേശം നിങ്ങളുടെ ഒരു ഷെയർ നിമിത്തം അത് പല സ്ഥലങ്ങളിലുള്ള പ്രിയപ്പെട്ടവർക്ക് ദൈവവചനം ഒരു അനുഗ്രഹമായി മാറാൻ കർത്താവ് നിങ്ങളിലൂടെ ചെയ്യുന്ന പ്രവൃത്തി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ ദൈവത്തോടൊപ്പവും ദൈവവചനത്തോടൊപ്പവും ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ച് ദൈവിക സന്ദേശങ്ങൾ ധ്യാനിച്ച് ദൈവ സാന്നിധ്യത്തോടെ ഒരു പുതിയ ദിവസം ആരംഭിക്കുവാൻ ദൈവം നിയോഗം തരുന്ന ദാനങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ട് പരിശുദ്ധ ദൈവം നിങ്ങളെ നടത്തട്ടെ. ശ്രേഷ്ഠകരമായി ദൈവം നിങ്ങളെ നടത്തുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കും. ദൈവത്തിൻ്റെ വചനം 68-ാം സങ്കീർത്തനം 35-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ദൈവമേ, നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്നോ നീ ഭയങ്കരനായി വിളങ്ങുന്നു. ഇസ്രായേലിൻ്റെ ദൈവം തൻ്റെ ജനത്തിന് ശക്തിയും ബലവും കൊടുക്കും. ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വിടുതലിൻ്റെ ദിവസമായിട്ട് കർത്താവ് മാറ്റും. വലിയൊരു അനുഗ്രഹത്തിൻ്റെ ദിവസമായിട്ട് കർത്താവ് മാറ്റും. വലിയ ദൈവിക നിയോഗത്തിൻ്റെ നടത്തിപ്പിൻ്റെ ദിവസമായിട്ട് കർത്താവ് ഇന്ന് പകലിൽ നിങ്ങളെ മാറ്റും. ഇന്ന് ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ശക്തി ഉണ്ടാകും. ബലഹീനതയിലിരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ശക്തി പകർന്ന് ദൈവം നടത്തും. നമുക്കങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വസിച്ചുകൊണ്ട് ഈ പുതിയ ദിവസം ആരംഭിക്കുവാനായിട്ട് കർത്താവ് സഹായിക്കട്ടെ. ഇതിൻ്റെ വചനത്തിനകത്ത് നമ്മൾ വായിച്ചതുപോലെ, ദൈവമേ, നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നീ ഭയങ്കരനായി വിളങ്ങുന്നു. നമ്മുടെ ദൈവം ഭയങ്കരനായ ദൈവമാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ അതിശയവാനായ ദൈവമാണ് എന്നൊരർത്ഥം കൂടെ ഉണ്ട്. അതിശയവാനായ ഭയങ്കരനായ ദൈവം. പ്രിയമുള്ളവരെ, ഈ ദൈവത്തിൻ്റെ വചനം സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഇസ്രായേലിൻ്റെ ദൈവം തൻ്റെ ജനത്തിന് ശക്തിയും ബലവും കൊടുക്കുന്നു. ഇന്ന് ഈ വാഗ്ദത്ത വചനം ഒന്ന് നെഞ്ചോട് ചേർത്ത് പിടിക്കുവാനിടയാകട്ടെ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഇസ്രായേലിൻ്റെ ദൈവം തൻ്റെ ജനത്തിന്, അത് ഇസ്രായേൽ ജനത്തോട് മാത്രമുള്ളതല്ല. ആരാണ് ദൈവത്തിൻ്റെ ജനം? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ ദൈവം അധികാരം കൊടുത്തു. അതേ പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ച് ദൈവത്തോട് അടുത്ത് വരുന്ന ഏവരും ദൈവത്തിൻ്റെ ജനമാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്ന, അവൻ തൻ്റെ ജനത്തിന് ശക്തിയും ബലവും കൊടുക്കുന്നു. നിങ്ങളൊരു ദൈവ പൈതലാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്. നിങ്ങൾ ആരാധിക്കുന്നവരാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ ജനമാണ്. നിങ്ങൾക്ക് ശക്തിയും ബലവും തരുന്ന ദൈവമാണ്
നിങ്ങൾ ആരാധിക്കുന്ന ദൈവം, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവം നിങ്ങൾക്ക് ശക്തിയും ബലവും തരുന്നൊരു ദൈവമാണ്. ദൈവത്തിൻ്റെ സന്നിധി വലിയ നിയോഗത്തോടെ, വിശ്വാസത്തോടെ, സന്തോഷത്തോടെ ഈ ഭയങ്കരനായ ദൈവത്തെ, അതിശയവാനായ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തോട് ഈ വചനമൊന്ന് നമുക്ക് നെഞ്ചോടിൽ ചേർത്ത് പിടിച്ചിട്ട് ദൈവത്തോട് പറയാം, ദൈവമേ, അങ്ങ് തൻ്റെ ജനത്തിന് ശക്തിയും ബലവും നൽകുന്ന ദൈവമാണെന്ന് അങ്ങയുടെ വചനത്തിൽ ഞങ്ങൾ കാണും. ഇതൊരു വാഗ്ദത്ത വചനമാണ്. എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ പ്രിയപ്പെട്ടവർക്കും അങ്ങയുടെ ബലവും ശക്തിയാലും നിറയ്ക്കണമേ എന്ന സമർപ്പണ നിയോഗത്തോടെ ഈ പകൽ നമുക്ക് ഈ പ്രഭാതത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഈ പകൽ ആരംഭിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ബലഹീനതയിലിരിക്കുന്ന, ശരീരത്തിൽ രോഗങ്ങൾ വഹിച്ച് വളരെ ഭാരത്തോടെ ഇരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ പ്രിയരെ. അവരുടെ ശരീരത്തിലെ രോഗങ്ങളെ കർത്താവ് സൗഖ്യമാക്കി ബലഹീനത മാറ്റി ശരീരത്തിൽ ബലം പകരാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കാം. പ്രിയമുള്ളവരെ, ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ ഒരു രോഗിയാണെങ്കിൽ ഈ വാഗ്ദത്ത വചനം ഒന്ന് നെഞ്ചോട് ചേർത്ത് വെച്ച് ഈ ദൈവിക വചനത്തെ നെഞ്ചോട് ചേർത്ത് വെച്ചൊന്ന് പറയാൻ പറ്റുമോ? ദൈവമേ, നിന്റെ ഈ വാഗ്ദത്ത വചനത്തെ ഞാൻ സ്വീകരിക്കും, നിന്റെ ഈ വചനത്തെ ഞാൻ വിശ്വസിക്കും. എൻ്റെ വചനം പറയുന്നു, നീ ഭയങ്കര ദൈവമാണ്, തൻ്റെ ജനത്തിന് ശക്തിയും ബലവും അങ്ങ് കൊടുക്കുന്നു. എനിക്ക് ദൈവശക്തിയും ബലവും നൽകണമേ എന്ന് ദൈവസന്നിധിയിലൊന്ന് നമുക്കൊന്ന് പറയാൻ കഴിയട്ടെ, സമർപ്പിച്ചു കൊടുക്കാൻ കഴിയട്ടെ. വലിയ നിയോഗത്തോടെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ തലമുറകളെ. രോഗിയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടവരെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് സഹായിക്കട്ടെ. കർത്താവ് ഭയങ്കര ദൈവമാണ്, തൻ്റെ ജനത്തിന് ശക്തിയും ബലവും കൊടുക്കുന്ന ദൈവമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ പ്രാർത്ഥനയ്ക്കായി നമുക്ക് അടയ്ക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് അങ്ങയുടെ വചനം ഞങ്ങൾ ധ്യാനിച്ചു ഈ പ്രഭാതത്തിൽ. ദൈവമേ, നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നീ ഭയങ്കരനായി വിളങ്ങുന്നു. ഇസ്രായേലിൻ്റെ ദൈവം തൻ്റെ ജനത്തിന് ശക്തിയും ബലവും കൊടുക്കുന്നു. ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് അങ്ങയുടെ തിരുവചനമാണ്. ആകയാൽ സ്വർഗത്തിലെ ദൈവമേ, ബലവും ശക്തിയും നൽകി എൻ്റെ ജനത്തെ അവിടുന്ന് മാനിക്കണമേ, അവിടുന്ന് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന, ഈ വീഡിയോ ഷെയർ ചെയ്യുന്നവർ, ഈ വീഡിയോ കാണുന്നവർ, ഈ വീഡിയോ അനേക ഇടങ്ങളിലേക്ക്, അനേകരുടെ കരങ്ങളിലേക്ക് എത്തിക്കത്തക്ക നിലകളിൽ പ്രാർത്ഥിക്കുന്നവർ എല്ലാവരെയും ദൈവം സഹായിക്കണമേ. ശക്തിയും ബലവും കൊടുത്ത സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കണമേ. രോഗികളായി ഭാരപ്പെട്ട ബലഹീനത ശരീരത്തിലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സ്വർഗത്തിലെ ദൈവം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും അത്ഭുതം ചെയ്യുകയും ചെയ്യണമേ. സാമ്പത്തിക പ്രതിസന്ധികൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടവരുണ്ട്. ഞങ്ങൾ അവർക്കായിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നു. ദൈവം സഹായിക്കണം. അത്ഭുതകരമായ ദൈവത്തിൻ്റെ ആത്മാവ് അവരോട് കൂടെ ഇരുന്ന് വൻകാര്യങ്ങൾ അവർക്കായി ചെയ്ത് ജീവിതം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഹായിക്കും. നിങ്ങളുടെ തിരുവചനം അത്ഭുതമാകട്ടെ. നിന്റെ മക്കൾക്ക് ഒരു അത്ഭുതമാകട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങൾക്ക് ശക്തിയും ബലവും നൽകുന്ന ദൈവമാണ്. കർത്താവ് നൽകിയ ബലത്തിനും ശക്തിക്കുമായിട്ട് ദൈവത്തിന് നമുക്ക് നന്ദി പറഞ്ഞ് പുതിയ ദിവസം അനുഗ്രഹമാക്കാം. ഗോഡ് ബ്ലെസ് യു.